ഗുഡ് ഈവനിങ് ഗൈസ്, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബൂട്ടൊക്കെ ഇട്ട് റെഡി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വാമ്പൊക്കെ ചെയ്തു. ഗൈസ് ഒത്തിരി വാമ്പ് നമ്മൾ ചെയ്യുന്നിടുന്നില്ല, ലെങ്ത് കൂടുന്നുണ്ട്. പിന്നെ യോഗ്യമായിട്ടുള്ള വാമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടപ്പോൾ കുറേ ലെങ്ത് കൂടി പോയി, അതുകൊണ്ട് നമ്മൾ പ്രസ് ഇടുന്നില്ല. അതിനുശേഷം നമ്മൾ സ്പ്രിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. റൈറ്റിലോട്ട് 2 സ്റ്റെപ്പ്, ലെഫ്റ്റിലോട്ട് 4 സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ സ്പ്രിൻറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് കറക്റ്റ് ആകത്തുള്ളൂ. പിന്നെ അതിന് ലെഫ്റ്റിലോട്ട് 2 സ്റ്റെപ്പ്, അതിന് റൈറ്റിലോട്ട് 4 സ്റ്റെപ്പ്. നമ്മൾ ബാക്കിലോട്ട് ചെയ്തത് ഫ്രണ്ടിലോട്ട് നമ്മൾ 2 സ്റ്റെപ്പ് വെച്ചിട്ട് ബാക്കിലോട്ട് 4 സ്റ്റെപ്പാണ് വെച്ചത്. കാരണം വെച്ചാൽ ഫ്രണ്ടിലോട്ട് 2 വയ്ക്കുമ്പോൾ ബാക്കിലോട്ട് 4 വെച്ചാൽ കറക്റ്റ് അതാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന് ചെയ്തു. പിന്നെ നല്ല സ്പീഡിൽ സ്പ്രിൻറ്റ് ചെയ്തു. ശേഷമാണ് ഞാൻ ഡ്രിങ്ക്സ് ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ ട്രയാങ്കിൾ ഇത് വെച്ചിട്ട് ഞാൻ റൺ ചെയ്തു. ആ ട്രയാങ്കിളിനകത്തോടെ തന്നെ ഗൈസ് ഇത് നമ്മുടെ സ്റ്റാമിന വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് കാണുമ്പോഴേക്കും മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് 8 പോലെയാണ് ട്രയാങ്കിളിനകത്തിട്ടാണ് ഓടുന്നത്. പിന്നെ സെജിലിറ്റി വർക്കൗട്ട് ചെയ്തു. പിന്നെയാണെങ്കിൽ ഞാൻ ചെയ്ത് പെനാൽറ്റി പോസ്റ്റിനകത്ത് കെർവ് ചെയ്ത് ഗോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഇതാട്ടോ ഈ ഫിനിഷിംഗ് ആട്ടോ ഞാൻ ചെയ്തത്. കാരണം വെച്ചാൽ നമ്മൾ കൂടുതലും സ്ട്രൈക്കേഴ്സിനും എല്ലാ ഡിഫൻഡേഴ്സിനും ബോൾ കിട്ടുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് മിസ്സായി കിട്ടും. ഇവിടെ നമുക്ക് കെർവ് അടിച്ചിടാൻ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ സെൻറ്ററും അതേപോലെ തന്നെ ലെഫ്റ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്ത് റൈറ്റാണ്, ഇപ്പോൾ സെൻറ്ററാണ്. സെൻറ്ററിൽ 2 കാലം വെച്ച് ഞാൻ ലോങ് ബോൾ അടിച്ചിടാൻ നോക്കുന്നുണ്ട്. അവിടെ ഒരു കോം വെച്ചിട്ടുണ്ട്, നമ്മൾ കീപ്പെടുത്താൻ കണ്ടേക്കുന്നത്. ഗൈസ് ഇതൊരു 11ന്റെ പോസ്റ്റ് നിങ്ങൾ കണക്കെടുത്ത് ചെയ്താൽ മതി. ആ ഒരു ഊഹത്തിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റി ഇത്രയും ഒരു പോസ്റ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പലരും കാണുമ്പോഴത്തേക്ക് ഓർക്കുന്നത് ഈ ചെറിയ പോസ്റ്റിൽ അടിച്ചേറ്റാൻ പറ്റില്ല എന്ന് ഓർത്തത്. ഗൈസ് നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ 11ന്റെ പോസ്റ്റ് കണക്കെടുത്താണ് ഞാൻ മനസ്സിൽ ഏറെക്കുറെ അടിക്കുന്നത്. പിന്നെ കീപ്പറിന് വരെ നമ്മളൊരു കോണും വെച്ചിട്ടുണ്ട് അവിടെ. കീപ്പറിനെ നമ്മളവിടെ ഇമാജിൻ ചെയ്താൽ മതി. ഗൈസ് ഇത് ചെയ്യണമെന്ന് വളരെയധികം ഉപകാരപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.